അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങൾ വിശദീകരിക്കുന്ന പഠന ക്ലാസ്സിൻ്റെ 14ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന നാമം അശ്ശാഫി എന്നുള്ള നാമമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഷാഫിയാണ്. അള്ളാഹു ഷാഫിയാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവാണ് സൗഖ്യം നൽകുന്നവൻ, ശിഫയേകുന്നവൻ, ശമനമേകുന്നവൻ എന്നൊക്കെ നമുക്ക് പറയാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള അസുഖങ്ങൾ, പലതരത്തിലുള്ള പ്രയാസങ്ങൾ മനുഷ്യനുണ്ടാവും. ശാരീരികമായ അസുഖങ്ങളുണ്ട്, മാനസികമായ അസുഖങ്ങളുണ്ട്, ആത്മീയമായ രോഗങ്ങളുണ്ട്. അത്തരം രോഗങ്ങൾക്കെല്ലാം ശിഫയേകുന്നവൻ, അത്തരം രോഗങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ സ്ക്രീനിൽ ആരാ കളിക്കണത്? അത്തരം രോഗങ്ങളിൽ നിന്നെല്ലാം രോഗികളായ ആളുകൾക്ക് ശിഫയേകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഉത്കൃഷ്ടമായ നാമം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഷാഫിയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ ഈ പ്രയോഗം വന്നിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. എനിക്ക് രോഗം ബാധിച്ചാൽ അവനാണ് എന്നെ സുഖപ്പെടുത്തുന്നവൻ. എനിക്ക് രോഗം ബാധിച്ചാൽ റബ്ബാണ്, അള്ളാഹുവാണ് എന്നെ സുഖപ്പെടുത്തുന്നവൻ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷാഫിയാണ് എന്ന് നേരിട്ട് പ്രയോഗിക്കുന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം ആ നാമം അള്ളാഹുവിനില്ല എന്നല്ല. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും വന്ന നാമങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷാഫിയാണ് എന്ന് ഈ ആയത്ത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രോഗം വന്നാൽ സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. ഹദീത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷാഫിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യനെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതാകട്ടെ, അത് ശാരീരികമാകട്ടെ, ഇപ്പോൾ ഒരു പനി ഉണ്ടാകാം, തലവേദന ഉണ്ടാകാം, ക്യാൻസർ ഉണ്ടാകാം, അങ്ങനെ വ്യത്യസ്തമായ രോഗങ്ങളുണ്ട്. പലതരത്തിലുള്ള രോഗങ്ങൾ മനുഷ്യരെ പിടികൂടാറുണ്ട്. ആ രോഗങ്ങളൊക്കെ ബാധിച്ചാൽ ആ രോഗങ്ങളിൽ നിന്ന് മനുഷ്യന് ശിഫയേകുന്നവൻ അള്ളാഹുവാണ് എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം. മരുന്ന് കഴിക്കുന്നു, ഡോക്ടറെ കാണുന്നു, അല്ലെ, റെസ്റ്റ് എടുക്കുന്നു, അതൊക്കെ അതിൻ്റെ സബബുകളാണ്, കാരണങ്ങളാണ്. ആ കാരണങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ഞാനത് വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ ശിഫയേകുന്നവൻ ആരാണ്? രോഗം മാറ്റുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. ആ ഉറച്ച വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അതേപോലെ തന്നെ മനുഷ്യന് ആത്മീയമായ രോഗങ്ങളുണ്ട്, മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ നിന്നെല്ലാം ശിഫയേകുന്നവൻ. ഇപ്പം മനുഷ്യൻ്റെ ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളായി സാധാരണ പറയാറുള്ളത്, മനുഷ്യൻ്റെ ഹൃദയത്തിന് 3 തരത്തിലുള്ള ഹൃദയമുണ്ട്. സലീമായ ഹൃദയമുണ്ട്, ഖൽബുൻ സലീം.
അതേപോലെ തന്നെ കൽബുൻ മരീലുണ്ട്, രോഗമുള്ള ഹൃദയമുണ്ട്. കൽബുൻ മയ്യത്തുണ്ട്, മരണപ്പെട്ട ഹൃദയമുണ്ട്, മരിച്ച ഹൃദയമുണ്ട്. ഒന്നും അങ്ങോട്ട് ഉള്ളിലേക്ക് കയറൂല, ഒന്നും ഉള്ളിലേക്ക് കയറാത്ത മരിച്ചുപോയ ഹൃദയങ്ങളുണ്ട്. കൽബുൻ സലീമാര രക്ഷപ്പെട്ട ഹൃദയമാണ്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അള്ളാഹു പറഞ്ഞു അത്. നാളെ രക്ഷപ്പെട്ട ഹൃദയവുമായി അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുന്ന ആളുകൾക്കാണ് അവരുടെ മക്കളും സമ്പത്തൊക്കെ ഉപകാരപ്പെടുക. അല്ലാത്തവർക്കൊന്നും അവരുടെ മക്കളോ സമ്പത്തോ ഒന്നും ഉപകാരപ്പെടൂല. മക്കളും സമ്പത്തും ഒന്നും ഉപകാരപ്പെടില്ല. ആർക്കൊഴികെ രക്ഷപ്പെട്ട ഹൃദയവുമായി അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുന്ന ആളുകൾക്ക് അവർ രക്ഷപ്പെട്ട ഹൃദയമുണ്ട്. അതേതാ? ഷിർക്കിൽ നിന്ന്, നിഫാഖിൽ നിന്ന്, കപടതയിൽ നിന്നൊക്കെ സുരക്ഷിതമായ ഹൃദയം. അതാണ് കൽബുൻ സലീം. കൽബുൻ മരീലുണ്ട്. കൽബുൻ മരീൽ എന്ന് പറഞ്ഞാൽ എന്താ? രോഗമുള്ള ഹൃദയം. മനുഷ്യൻ്റെ മനസ്സിനെ ബാധിക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്, അല്ലേ? ഏതൊക്കെയാണത്? ഒന്ന്, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൽ ആനന്ദം കണ്ടെത്താതിരിക്കാൻ കഴിയുക. വിശുദ്ധ ഖുർആൻ ഓതുന്നതിലൊരു സന്തോഷമല്ല, ഇങ്ങനെ ഓതിപ്പോകണം, വെറുതെ ഓതുകയാണ്, അതിലൊരു ആനന്ദമല്ല. അതേപോലെ തന്നെ ദിക്റുകളിലും ആരാധനകളിലും ആശ്വാസവും സമാധാനവും ലഭിക്കാതിരിക്കുക. ഇപ്പം നമസ്കാരത്തിലൂടെ കൺകുളിർമുണ്ടാകുന്നതാണ്. ദിക്റുകളിലൂടെ മനുഷ്യന് സമാധാനം ഉണ്ടാകും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളിലൂടെയാണ് ഹൃദയങ്ങൾക്ക് തുമഅനീയത്ത് ഉണ്ടാകുന്നത്, സ്വസ്ഥതയുണ്ടാകുന്നത്. ആ സമാധാനം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ഹൃദയം രോഗമുള്ള ഹൃദയമാണ്, നമ്മുടെ ഹൃദയം രോഗം ബാധിച്ച ഹൃദയമാണ്. അതേപോലെ തന്നെ ഷഹുവാത്തുകളും ശുബ്ഹാത്തുകളും മനസ്സിനെ പിടികൂടും. ഷഹുവാത്തുകൾ, മനുഷ്യൻ്റെ ഇച്ഛകൾ, തോന്നുന്ന പല കാര്യങ്ങളും, അതിൻ്റെ പിറകെ മനുഷ്യൻ ഓടുക. മനുഷ്യൻ്റെ മനസ്സ് പലതും കൊതിക്കും, പലതും ആഗ്രഹിക്കും, അതിൻ്റെ പിറകങ്ങനെ ഓടി. അത് മനുഷ്യൻ്റെ രോഗമാണ്. അതേപോലെ തന്നെ ശുബ്ഹാത്തുകൾ, സംശയങ്ങൾ ഉണ്ടാക്കുക. അതാണോ ശരി, ഇതാണോ ശരി, ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയുള്ള ശുബ്ഹാത്തുകൾ, ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിനെ പിടികൂടുന്ന രോഗമാണ്. അത്തരം രോഗങ്ങളിൽ നിന്നെല്ലാം മനുഷ്യൻ്റെ മനസ്സ് സുരക്ഷിതമായിരിക്കണം, അതിൽ നിർഭയത്വമുണ്ടായിരിക്കണം. അപ്പോൾ മനുഷ്യൻ്റെ ശാരീരികമായ രോഗങ്ങളാകട്ടെ ആത്മീയമായ രോഗമാട്ടെ, അതിനൊക്കെ ശിഫയേകുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. മനസ്സിലായോ? അപ്പോൾ അള്ളാഹു ഷാഫിയാണ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിലൂടെ നമുക്ക് ലഭിക്കുന്നൊരു വലിയൊരു സമാധാനമുണ്ട്, വലിയൊരു സന്തോഷമുണ്ട്. അള്ളാഹു ഷാഫിയാണ്. അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ രോഗം ഷിഫയാക്കുന്നവനാണ്. ഏത് രോഗമാകട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിഫയാക്കുന്നവനാണ് എന്ന അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാവും. അവനാണ് മുഅ്മിൻ, അല്ലേ? അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള വിശ്വാസമാണ്. തൗഹീദുൽ അസ്മാഇ വസിഫത്ത് നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പാർട്ടാണ്, ഒരു ഭാഗമാണ് റബ്ബാണ് ഷിഫയേകുന്നവൻ. അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് ഷിഫയേകുന്നവൻ എന്ന് പഠിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു ജാറത്തിൻ്റെ സമീപത്ത് പോയിട്ട് ആ ജാറത്തിൽ കിടക്കുന്ന മനുഷ്യനോട് എൻ്റെ അസുഖം ഷിഫയാക്കണമെന്ന് പറയില്ല. മനസ്സിലായോ? അതേപോലെ തന്നെ അസുഖം മാറാൻ വേണ്ടി ഇസ്ലാം നിഷിദ്ധമാക്കിയ മാർഗങ്ങൾ അവർ ഉപയോഗിക്കില്ല. എന്തുകൊണ്ട്? ഷിഫയേകുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ഷിർക്കിൻ്റെ വഴികളിലൂടെ അവർ സഞ്ചരിക്കൂല. നല്ല വിശ്വാസികളായ ആളുകൾ എന്ത് ചെയ്യൂല? സഞ്ചരിക്കൂല. ഇപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവാണ് ഷാഫി, അള്ളാഹുവിൻ്റെ നാമമാണ് ഷാഫി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു സംഭവം ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അസ്മാഉൽ ഹുസ്ന പറയുന്ന പണ്ഡിതന്മാർ അവർ അള്ളാഹു ഷാഫിയാണ് എന്ന നാമം പരിചയപ്പെടുത്തും. എല്ലാ പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിലും അതേപോലെ തന്നെ അവരുടെ പ്രഭാഷണങ്ങളിലൊക്കെ കൊണ്ടുവരുന്നൊരു സംഭവം ഏതാ? മുൻഗാമികളിൽപ്പെട്ട ഒരു കുട്ടിയുടെ സംഭവമാണ്. മുൻഗാമികളിൽപ്പെട്ട ഒരു കുട്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥ പറഞ്ഞു തരണം നമുക്ക്. ഒരു നാട്ടിലൊരു പ്രദേശത്ത് ഒരു രാജാവുണ്ട്. ആ രാജാവിന് ഒരു ജ്യോത്സ്യനുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഭാവിയൊക്കെ പറയുന്ന, മാരണമൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്. രാജാവിൻ്റെ രാജകൊട്ടാരത്തിലുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രായമായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം മരണപ്പെട്ടാൽ ഈ ഉത്തരവാദിത്തങ്ങൾ അത് നിർവഹിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയെ അത് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ഒരു കുട്ടിയെ, അങ്ങനൊരു കുട്ടിയെ കണ്ടെത്തി ആ കുട്ടിയെ അത് പഠിപ്പിക്കണം. അപ്പോൾ ആ കുട്ടി പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരും. വരുന്ന വഴിയിൽ അദ്ദേഹം ഒരു പുരോഹിതനെ കണ്ടു. ആ കുട്ടി ഒരു പുരോഹിതനെ കണ്ടു, അള്ളാഹുവിനെ ഭയക്കുന്ന ഒരു പുരോഹിതനെ കണ്ടു. അപ്പം അയാളിൽ നിന്ന് ആ കുട്ടിയെ ഇൽമ് സ്വീകരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ജാലവിദ്യക്കാരൻ്റെ, ഈ സാഹിറായ മനുഷ്യൻ്റെ സമീപത്ത് വരും, അയാൾ പഠിപ്പിക്കുന്നതും കേൾക്കും. അപ്പം രണ്ടും വലിയ വൈരുദ്ധ്യമാണ്. രണ്ടും പറയുന്നത് വൈരുദ്ധ്യമാണ്. പുരോഹിതൻ പറയുന്നത് വേദങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള റബ്ബുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്.
ഇയാൾ നേരെ തിരിച്ചുമാണ്. അപ്പോൾ അത് കുട്ടിയുടെ മനസ്സിൽ വലിയ ഇഷ്കാലുണ്ട്, വലിയ പ്രയാസമുണ്ട് കുട്ടിക്ക്. രണ്ടും മനസ്സിലാക്കണം ഈ കുട്ടി. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടിയുടെ മനസ്സിലുള്ള ആശങ്കയൊന്ന് തീരണം. ആര് പറയുന്നതാണ് ശരി, ഏതാണ് സത്യമെന്ന് ഈ കുട്ടിക്ക് അറിയില്ല. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടി ഇങ്ങനെ യാത്ര ചെയ്യുന്ന സഞ്ചരിക്കുന്ന സമയത്താണ് ജനങ്ങൾക്കെല്ലാം പ്രയാസമായി ബുദ്ധിമുട്ടായി വഴിയിൽ ഒരു വലിയ മൃഗം നിൽക്കുന്നുണ്ട്. ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു? ഈ കുട്ടി തീരുമാനിച്ചു ഇതെനിക്കുള്ളൊരു അവസരമാണ്. അങ്ങനെ ആ കുട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? പടച്ചോനെ, പുരോഹിതൻ പറയുന്നതാണ് സത്യമെങ്കിൽ ഈ പ്രയാസത്തിൽ നിന്ന്, ഇപ്പം ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ഈ ബുദ്ധിമുട്ടിൽ നിന്ന് അവരെ നീ രക്ഷിക്കണം. അതല്ലെങ്കിൽ അത് രക്ഷപ്പെടൂല. ആ ജ്യോത്സ്യൻ പറയുന്നതാണ് ശരിയെങ്കിൽ രക്ഷപ്പെടില്ല. അങ്ങനെ എന്ത് ചെയ്തു? ഈ കുട്ടി ഒരു കല്ലെടുത്ത് ആ മൃഗത്തെ എറിഞ്ഞു എന്നാണ്. അങ്ങനെ ആ മൃഗം ചത്തു. അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി ആര് പറയുന്നതാണ് ശരി? പുരോഹിതൻ പറയുന്നതാണ്, ജാലവിദ്യക്കാരൻ പറയുന്ന, ജ്യോത്സ്യൻ പറയുന്ന, മാരണക്കാരൻ പറയുന്ന കാര്യം ശരിയല്ല എന്നാ കുട്ടിക്ക് ബോധ്യമായി. പക്ഷേ ഈ സംഭവത്തിലൂടെ ആ കുട്ടി പ്രസിദ്ധനായി. ആളുകളെല്ലാവരും രക്ഷപ്പെടണം, അവർക്ക് പ്രയാസങ്ങളൊക്കെ നീങ്ങി അവർ യാത്ര ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ആ കുട്ടി മാറൂഫായി, അറിയപ്പെട്ട ഒരാളായി മാറി. ഈ കുട്ടിയെ ദീന് പഠിപ്പിക്കുന്ന, കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പുരോഹിതൻ കുട്ടിയോട് പറഞ്ഞു, നീ എന്നെക്കുറിച്ച് ആരോടും പറയരുത്. നീ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ എന്നേക്കാൾ ശ്രേഷ്ഠതയുള്ളവനാണ്. കാരണം ഇത് രഹസ്യമായിട്ടാണ് പഠിപ്പിക്കണത്. എന്തായാലും ഈ കുട്ടി മാറൂഫായി, ആളുകളുടെ ഇടയിലൊക്കെ അറിയപ്പെട്ടു. ഹദീത്തിൽ നമുക്ക് കാണാൻ പറ്റും ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വകാനൽ ഗുലാമു യുബ്രിഉൽ അക്മഅ വൽ അബ്റസ വയുദാവി الناس മിൻ സായിരിൽ അദ്വാ. ഈ കുട്ടി എന്ത് ചെയ്തു? വെള്ളപ്പാണ്ട് ബാധിച്ച, അതേപോലെ തന്നെ അന്ധത ബാധിച്ച ആളുകളൊക്കെ ഈ കുട്ടി ചികിത്സിച്ചു. അവരുടെ അസുഖങ്ങളൊക്കെ മാറ്റിക്കൊടുത്തു. അന്ധന്മാരായ ആളുകളുടെ കാഴ്ചശക്തി ഈ കുട്ടിയുടെ പ്രാർത്ഥനയിലൂടെ തിരിച്ചു കിട്ടി. അതേപോലെ തന്നെ മനുഷ്യനെ ബാധിക്കുന്ന പല അസുഖങ്ങളിൽ നിന്നും ആ കുട്ടി എന്ത് ചെയ്തു? ആളുകളെ ചികിത്സിച്ചു. അങ്ങനെ ഈ വാർത്ത രാജകൊട്ടാരത്തിലെത്തി. രാജകൊട്ടാരത്തിൽ അന്ധത ബാധിച്ച ഒരു വ്യക്തി രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ സുഹൃത്തായി, സ്നേഹിതനായി അന്ധത ബാധിച്ച ഒരാളുണ്ടായിരുന്നു. അയാളുടെ അടുക്കൽ ഈ വാർത്ത എത്തി. അയാൾ ഈ വാർത്ത അറിഞ്ഞു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? അയാൾ ഈ കുട്ടിയുടെ സമീപത്തേക്ക് സമ്മാനങ്ങളുമായി വന്നു. നബി പറയണം ഫഅതാഹു ബിഹദായ കസീറത്തിൻ, ധാരാളം ഹദിയയുമായി വന്നു. എന്നിട്ട് ആ കുട്ടിയോട് അതങ്ങ് പറയും, ഇതൊക്കെ നിനക്കുള്ളതാണ്, നീ എന്നെ ഷിഫയാക്കുകയാണ് എങ്കിൽ, അജ്മാ ഇൻ അൻത ശഫൈതനി, നീ എന്നെ ഷിഫയാക്കുകയാണെങ്കിൽ, നീ എൻ്റെ രോഗം, ഈ അന്ധത മാറ്റിത്തരികയാണ് എങ്കിൽ ഈ സമ്മാനങ്ങളെല്ലാം നിനക്കുള്ളതാണ്. ആ സമയത്ത് ആ കുട്ടി പറഞ്ഞു, നബി പറയാ ഫഖാല, ആ കുട്ടി പറയാണ്, ഇന്നി ലാ അശ്ഫി അഹദൻ, ഇന്നി ലാ അശ്ഫി അഹദൻ, ഞാൻ ഒരാളെയും സുഖപ്പെടുത്തൂല. ഞാൻ ഷാഫി അല്ല, ഞാൻ ആളുകളെ സുഖപ്പെടുത്തുന്നവനല്ല. ഇന്നമാ യശ്ഫില്ലാഹ്, തീർച്ചയായിട്ടും ഷാഫി ആരാ? അല്ലാഹുവാണ് സുഖപ്പെടുത്തുന്നവൻ, അല്ലാഹുവാണ് ശിഫയേകുന്നവൻ. ഫഇൻ അൻത ആമൻത ബില്ലാഹ് ദഅൗതുല്ലാഹ ഫശഫാക. ആ കുട്ടി പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ ആ അല്ലാഹുവിനോട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു നിങ്ങളുടെ രോഗം ശിഫയാക്കും, അല്ലാഹു നിങ്ങളെ സുഖപ്പെടുത്തും. അങ്ങനെ അയാൾ വിശ്വസിച്ചു. അല്ലാഹുവിനോട് ആ കുട്ടി പ്രാർത്ഥിച്ചു, അയാളുടെ അന്ധത മാറി. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇവിടെ ഈ കുട്ടി എന്താണ് പറയുന്നത്? ഞാൻ ഷാഫി അല്ല, ഇന്നി ലാ അശ്ഫി അഹദൻ, ഞാൻ ഒരാളെയും സുഖപ്പെടുത്തൂല. പിന്നെ ആരാ ഷാഫി? ആരാ? അല്ലാഹുവാണ് ഷാഫി. വർത്തമാന കാലഘട്ടത്തിലെ പല ആളുകൾക്കും ഈ കുട്ടി ഒരു മാതൃകയാണ് അല്ലേ? പല ആൾക്കാരുടെ അടുക്കലേക്കും ആളുകൾ ഓടുന്നതാ, അവിടെ പോയ രോഗം മാറും, അയാൾ രോഗം മാറ്റുന്ന ആളാണ്. പല മാലകളുടെയും മൗലൂദുകളുടെയും വിക്റുകളുടെയും ഒക്കെ ഹൽക്കകൾ നടത്തുന്ന പല ആളുകളും വിളിച്ചു പറയും, എനിക്ക് ഇന്ന കറാമത്തുണ്ട്, ഞാൻ രോഗം ഷിഫയാക്കുന്നവനാണ്, ഇന്ന സമീപത്ത് വന്നാൽ അവിടെ എന്ത് ചെയ്യും? ക്യാൻസർ വരെ മാറും അല്ലെ? എന്തൊക്കെയാണ് ആളുകൾ പറയുന്നത്? നോക്കൂ നിങ്ങൾ, ആ ചെറിയ കുട്ടിയുടെ വാചകം നോക്കൂ നിങ്ങൾ, ഇന്നി ലാ അശ്ഫി അഹദൻ, ഞാൻ ഒരാൾക്കും രോഗം ഷിഫയാക്കുന്നവനല്ല ഞാൻ. സുബ്ഹാനല്ലാഹ്, ആ കുട്ടിൻ്റെ ഈമാൻ എത്രയാ! ഇപ്പൊ വർത്തമാന കാലഘട്ടത്തിലെ ആളുകൾക്ക് ഈ ഹദീസിന് പാടുണ്ട്. അവർ ഈ ഹദീത്തൊക്കെ വായിക്കേണ്ടതുണ്ട്. ഷിഫയാക്കുന്നവനാര? അല്ലാഹുവാണ്. അങ്ങനെ ആ രാജാവിൻ്റെ സുഹൃത്തിൻ്റെ അന്ധത നീങ്ങി. അയാൾ കൊട്ടാരത്തിലെത്തിയപ്പോൾ അയാൾക്ക് കണ്ണ് കാണുന്നുണ്ട്. അപ്പോൾ രാജാവ് ചോദിച്ചു, നിന്നെ ആരാ സുഖപ്പെടുത്തിയത്?
നിനക്കാരാ അസുഖം മാറ്റിയത്? മൻ റദ്ദ അലൈക ബസറക, ആരാണ് നിന്റെ അസുഖം മാറ്റിയത്? അപ്പോൾ അയാൾ പറഞ്ഞു റബ്ബി, എൻ്റെ റബ്ബാണ്, എൻ്റെ അള്ളാഹുവാണ്. അപ്പോൾ രാജാവിന് ആകെ അറിയുന്ന റബ്ബാരാ? മൂപ്പരാണ്. ഈ കൂട്ടുകാരൻ്റെ ഈ നാട്ടുകാരുടെ ഒക്കെ റബ്ബ് രാജാവാണെന്നാണ് അയാളുടെ വിശ്വാസം. അപ്പോൾ അയാൾ വലക റബ്ബി ഗൈരി, ഞാനല്ലാതെ നിനക്ക് വേറെ റബ്ബുണ്ടോ? ഞാൻ നിന്റെ കണ്ണ് ശിഫയാക്കിയിട്ടില്ലല്ലോ, സുഖപ്പെടുത്തിയിട്ടില്ലല്ലോ, അപ്പം ഞാനല്ലാതെ നിനക്ക് വേറെ റബ്ബുണ്ടോ? അപ്പം അയാൾ പറഞ്ഞു റബ്ബി വ റബ്ബുകല്ലാ, എൻ്റെയും നിങ്ങളുടെയും റബ്ബുണ്ട്, അത് അള്ളാഹുവാണ്. ആ അള്ളാഹുവാണ് എനിക്ക് ശിഫ നൽകിയത്. അങ്ങനെ അയാളെ പിടികൂടിയിട്ട് ഈ ശിഫയാക്കിയ ആളാരാണ് എന്ന് ചോദിച്ചു, ക്രൂരമായി പീഡിപ്പിച്ചു. ഒടുവിൽ അയാൾക്ക് ആ കുട്ടിയെക്കുറിച്ച് പറയേണ്ടി വന്നു. അപ്പോൾ രാജാവിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഭീഷണിയാണ്. ആളുകളൊക്കെ ആ കുട്ടിനെ സ്വീകരിക്കും, ആ കുട്ടിനെ അംഗീകരിക്കും. അതുകൊണ്ട് തന്നെ രാജാവ് ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? രാജാവ് ഒരു സംഘം ആളുകളെയും കൊണ്ട് കുട്ടിയെ മലയുടെ മുകളിലേക്ക് കയറ്റി വിട്ടു എന്നാണ്. എന്നിട്ട് അവിടുന്ന് കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ കുട്ടി എന്ത് ചെയ്തു? അവിടുന്ന് രക്ഷപ്പെട്ടു. അവരൊക്കെ കൊല്ലപ്പെട്ടു. കുട്ടി തിരിച്ചു വന്നു. വലിയ വലിയ കഥയാണ്, ഞാൻ കഥ വിശദീകരിക്കുന്നില്ല. കുട്ടി തിരിച്ചു വീണ്ടും കൊട്ടാരത്തിലെത്തി. അപ്പോൾ രാജാവ് ഇവരെയും കൊണ്ട് വേറെ സൈന്യത്തെയും കൊണ്ട് കടലിലേക്ക് പറഞ്ഞയച്ചു, അവിടെ കൊണ്ടുപോയി മുക്കിക്കൊല്ലാൻ വേണ്ടി. പക്ഷെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവിടുന്ന് കുട്ടി വീണ്ടും തിരിച്ചു വന്നു, കൊട്ടാരത്തിലേക്ക് തന്നെ വന്നു. അപ്പോൾ നോക്കൂ നിങ്ങൾ, കുട്ടീൻ്റെ മനസ്സിലൊരു ലക്ഷ്യം എന്താ അറിയോ? അള്ളാഹുവിനെ പരിചയപ്പെടുത്തണം, അള്ളാഹുവിനെ ആളുകൾ അറിയണം. അല്ലെങ്കിൽ അയാൾ ആ കുട്ടി ആ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു വരുമല്ലോ, രക്ഷപ്പെടുമല്ലോ. അങ്ങനെ കുട്ടി വീണ്ടും വന്നു. അപ്പം എന്നിട്ട് കുട്ടി രാജാവിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്കെന്നെ കൊല്ലണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല, നിങ്ങൾക്കെന്നെ കൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ എല്ലാവരെയും ഒരു സ്ഥലത്ത്, ഒരു പൊതുസ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുക. എന്നിട്ട് എൻ്റെ ആവനാഴിയിൽ നിന്നൊരു വില്ലൊരു അമ്പെടുക്കുക. എന്നിട്ട് ഈ കുട്ടിയുടെ റബ്ബിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അമ്പ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ അത് പറഞ്ഞു. രാജാവ് ഒന്നും ആലോചിച്ചില്ല, എന്ത് ചെയ്തു? അത് പറഞ്ഞു. രാജാവ് ആളെ കൊണ്ട് അമ്പയിപ്പിച്ചു. കുട്ടി മരിച്ചു. അപ്പോൾ അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകൾക്ക് അള്ളാഹിനെ മനസ്സിലായി. അവരൊക്കെ അള്ളാഹുവിനെ അംഗീകരിച്ചു. ഇതാണ് ചരിത്രം. അത് മറ്റൊരു വിഷയമാണ്. ഞാൻ ഈ ചരിത്രം പറഞ്ഞെന്തിനാ? ഈ ചരിത്രത്തിൽ കുട്ടി പറയുന്ന വാചകം അള്ളാഹുവാണ് ഷാഫി, അള്ളാഹുവാണ് ഷിഫയേകുന്നവൻ. ഈ വിശ്വാസം നമുക്ക് ഉണ്ടാവണം. ഇതൊരു മുഅ്മിനായ മനുഷ്യൻ എന്ത് ചെയ്യണം? അയാളത് മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന റുഖ വത്തമാഇമ വത്തുവലത ഷിർക്കുൻ. എന്താ പറയുന്നത്? നിശ്ചയമായും മന്ത്രവാദങ്ങളും തമീമത്തുകളും തിവലത്തും ഷിർക്കാകുന്നു. മന്ത്രം, ഇസ്ലാമിൽ മന്ത്രമുണ്ട്, മന്ത്രവാദമല്ല അല്ലേ? ഇസ്ലാമികമായ മന്ത്രങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്കത് പറയാം. അതേപോലെ തന്നെ നബി പറയാണ്, ഈ കാവലിനും രക്ഷയ്ക്കും വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഉറുക്കും കവചം, അതിനൊക്കെയാണ് യഥാർത്ഥത്തിൽ തമീമത്ത് തിവലത്ത് എന്നൊക്കെ പറയും. ചില ആൾക്കാർ ഉറുക്ക കിട്ടണമല്ലോ, കയ്യിൽ കിട്ടുന്ന ചരട് കിട്ടുന്ന ആൾക്കാരുണ്ട്. വേറൊരു കറുത്തൊരു സാധനമൊക്കെ ഊതിയിട്ട് അത് കിട്ടുന്ന ആൾക്കാരുണ്ട്. ഇതിനെയാണ് എന്ത് പറയുക? തവലത്ത്, അതേപോലെ തന്നെ തമായിമ് എന്നൊക്കെ പറയാറുള്ളത്. അത് ശിർക്കാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം ഇങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുടെ കണ്ണിന്ന് ഇങ്ങനെ അവരുടെ ശരീരത്തിൽ ഒരു ഉറുക്ക് കണ്ടു. അവരുടെ ശരീരത്തിൽ ഊതിക്കെട്ടിയ ഒരു ഇത് കണ്ടു. അപ്പോൾ ഇതെന്താണെന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ കണ്ണിന്ന് ഇങ്ങനെ എപ്പോഴും വെള്ളം ഒഴുകും. അപ്പോൾ യഹൂദിയായ ഒരാളുണ്ട് ഇവിടെ, അയാളുടെ അടുത്ത് പോയിട്ട് ഞാൻ മന്ത്രിച്ചതാണെന്ന് പറഞ്ഞു. അത് മന്ത്രിക്കുമ്പോൾ എനിക്ക് സമാധാനമുണ്ട്, എനിക്ക് ആശ്വാസമുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്താണെന്ന് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇന്നമാ ദാക അമലു ശൈത്താൻ, നിന്റെ കണ്ണിന് ആ ആശ്വാസം ലഭിക്കുന്നത് ആരുടെ പണിയാണ്? ശൈത്താൻ്റെ പണിയാണ്. നിന്റെ കണ്ണിന് പ്രയാസം ഉണ്ടാക്കുന്നതും ആശ്വാസം ലഭിക്കുന്നത് ശൈത്താൻ്റെ പണിയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, എന്ത്? ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ഖാല റസൂലുള്ളാഹി അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് വശ്ഫി അൻത ഷാഫി ഷിഫാഅൻ ലാ യുഗാദിറു സഖമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ വേണ്ടി അവിടെ പറഞ്ഞെന്താ? അല്ലാഹുവാണ് ഷാഫി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷാഫിയാണ് എന്ന് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമമാണ് അള്ളാഹു ഷാഫിയാണ്. മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. അതിനാണ് ഈ രണ്ട് സംഭവങ്ങൾ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ നമ്മുടെ അഖീദയുടെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹ് പറഞ്ഞു, വഇയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വഇയംസസ്ക ബിഖൈരിൻ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
സൂറത്തുൽ അൻആമിലെ 17-ാമത്തെ ആയത്താണ്. നബിയെ, അള്ളാഹു നിനക്ക് വല്ല ദോഷവും വരുത്തി വെക്കുകയാണെങ്കിൽ അത് നീക്കം ചെയ്യാൻ അവനല്ലാതെ മറ്റാരുമില്ല. നിനക്ക് വല്ല ഗുണവും വരുത്തുകയാണെങ്കിലോ അവൻ ഏതൊരു കാര്യത്തിനും കഴിവുള്ളവൻ, അതും തടയാൻ ആർക്കും കഴിയില്ല. ഇത് നമ്മുടെ വിശ്വാസമാണ്. രോഗം അള്ളാൻ്റെ പരീക്ഷണമാണ്. രോഗം അള്ളാൻ്റെ പരീക്ഷണമാണ്. ചില ആളുകൾ അള്ളാഹു രോഗം കൊണ്ട് പരീക്ഷിക്കും. അയ്യൂബ് നബിക്ക് രോഗം ഉണ്ടായില്ലേ? അയ്യൂബ് നബിയെ എല്ലാവരും ഒഴിവാക്കി അല്ലേ? ഒരു പ്രവാചകനാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചില്ലേ അള്ളാഹുവിനോട്? നിമസ്സനി അദ്ദുറു വഅൻത അർഹമുർ റഹീമീൻ, ദുആ ചെയ്തു അദ്ദേഹം. അപ്പോൾ രോഗം വരാം. രോഗം അള്ളാൻ്റെ പരീക്ഷണമാണ്. ആ രോഗങ്ങൾ ശിഫയാക്കുന്ന ഒരു റബ്ബ് നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു പറഞ്ഞു, അള്ളാഹു റസൂൽ പറഞ്ഞു, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാഅൻ. അള്ളാഹു ഒരു രോഗം ഇറക്കിയിട്ടില്ല അതിന് മരുന്നില്ലാതെ. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ദുനിയാവിൽ എന്ത് രോഗമുണ്ടോ അതിനൊക്കെ മരുന്നുണ്ട്, അതിൽ സംശയമല്ല. പക്ഷെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലികുല്ലി ദാഇൻ ദവാഉൻ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ഫഇദാ ഉസീബ ദവാഉദ് ദാഇ ബറഅ ബിഇദ്നില്ലാഹി അസ്സ വജല്ല. ശരിയായ മരുന്ന് പ്രയോഗിച്ചാൽ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ആ രോഗം ചെയ്യും ഭേദമാകും, ശിഫയാകുന്നതാണ്. അപ്പം എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. വേറെ ഹദീസിൽ കാണാം, ചില ആ രോഗങ്ങൾക്കുള്ള മരുന്ന് കണ്ടെത്തിയവൻ അവൻ അതിനെക്കുറിച്ച് അറിവ് നേടിയവനാണ്, അത് കണ്ടെത്താത്തവൻ അതിനെക്കുറിച്ച് അറിവ് നേടാത്തവനാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നോക്കൂ, നിങ്ങളൊരു 20 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 15 വർഷം മുമ്പൊക്കെ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് എന്തായിരുന്നു? ക്യാൻസർ വന്ന ആൾക്കാർക്ക് ഭയങ്കര പേടിയായിരുന്നു അല്ലേ? ആശങ്കയിലിരുന്ന ആൾക്കാർ. ഇനി ഒരു രക്ഷയില്ല, അയാളങ്ങനെ എന്താ പറയുക, ക്യാൻസർ ബാധിച്ച രോഗി ഉണ്ടെങ്കിൽ അയാളങ്ങനെ എന്താ പറയുക, വല്ലാത്തൊരു നോട്ടേക്കാരൻ പാവം എന്നൊക്കെ പറഞ്ഞ്. കാരണം അയാളുടെ കഥ കഴിഞ്ഞു നമ്മൾ വിചാരിക്കാറുള്ളത്. എന്നാൽ ഇന്നത്തെ അവസ്ഥയോ? ഇന്നൊരു ക്യാൻസർ രോഗി ഉണ്ടെന്ന് കേട്ടാൽ നമ്മളൊക്കെ പറയുന്ന വാചകം എന്താ? ഒരു പേടിയും പേടിക്കണ്ട, 4th സ്റ്റേജിലാണെങ്കിൽ പോലും രക്ഷപ്പെടാനുള്ള വഴിയുണ്ട് നമ്മൾ പറയാം. ടെക്നോളജി വളർന്നു, എല്ലോ സംവിധാനം, രോഗം കണ്ടെത്താൻ, അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ്, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് ഇന്ന്. നമ്മളൊരു കാലത്ത് പേടിച്ചിരുന്ന രോഗമാണ് അല്ലേ? അതിനിന്ന് ചികിത്സ ഉണ്ട്, സംവിധാനങ്ങളുണ്ട്, എത്ര ഹോസ്പിറ്റലുകളുണ്ട്. അതിന് മാത്രമുള്ള, അതിൽ സ്പെഷ്യലൈസ് ചെയ്ത ഹോസ്പിറ്റലുകൾ എത്ര ഉണ്ട് കേരളത്തിൽ തന്നെ? എത്ര രോഗികൾക്ക് ശിഫയാകുന്നു? പണ്ടത്തെ പോലെ അല്ല. അപ്പം ഇന്നെന്താ? ഇന്ന് മനുഷ്യൻ്റെ പഠനങ്ങൾ നടത്തി പലതും അവൻ കണ്ടെത്തി, അതിൽ ഉന്നതമായ വിജയങ്ങൾ മനുഷ്യൻ നേടിയെടുത്തു. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാണെന്ത്? രോഗമുണ്ടെങ്കിൽ അതിന് മരുന്നുണ്ട്. ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യം, രോഗികളായ ആളുകൾ നമ്മൾ സമീപിക്കുമ്പോൾ ആ രോഗികൾക്ക് വേണ്ടി നമ്മളെല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹു ഷാഫിയാണ് നമ്മൾ പറഞ്ഞു, രോഗം അല്ലാഹുവിൻ്റെ പരീക്ഷണം എന്ന് പറഞ്ഞു. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ആ മരുന്നിൻ്റെ കൂടെ തന്നെ നമ്മൾ നിർവഹിക്കേണ്ടതാണ്. മരുന്നിനേക്കാൾ പ്രാധാന്യത്തോടെ നിർവഹിക്കേണ്ടത് എന്താണ്? പ്രാർത്ഥനയാണ്. ഏറ്റവും വലിയ മരുന്ന് പ്രാർത്ഥനയാണ്. അതിനർത്ഥം മരുന്ന് ഉപയോഗിക്കേണ്ടെന്നല്ല. പ്രാർത്ഥനയ്ക്കൊരു സൈഡ് എഫക്റ്റും ഇല്ല. മരുന്നുകൾക്കൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാകാം, പ്രാർത്ഥനയ്ക്കുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളൊക്കെ ദുആ ചെയ്യണം. നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. രോഗം വരാതിരിക്കാൻ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യണം. മൻ ആദ മരീലൻ ലം യഹ്ദുർ അജലഹു ഫഖാല ഇൻദഹു സബ്അ മർറാത്തിൻ അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക എന്ന് പ്രാർത്ഥിക്കണം എന്നാണ്. എന്താ പ്രാർത്ഥന? 7 തവണ രോഗിൻ്റെ സമീപത്ത് ചെന്നിട്ട് അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക, അങ്ങനെ പ്രാർത്ഥിച്ചാലോ ഇല്ലാ ആഫാഹുല്ലാഹു മിൻ ദാലിക്കൽ മറ, അല്ലാഹു എന്ത് ചെയ്യും? ആ രോഗം അവന് ശിഫയാക്കുന്നതാണ്. ഇത് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ രോഗിൻ്റെ അടുത്ത് പോയിട്ട് മടങ്ങിപ്പോരും. അങ്ങനെയല്ല. രോഗിൻ്റെ അടുത്ത് പോയിട്ട്, പുരുഷന്മാരാണെങ്കിൽ രോഗിയെങ്കിൽ പുരുഷന്മാർ അവരുടെ തലയിൽ കൈവച്ചൊക്കെ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ശരീരത്തിൽ കൈവച്ചിട്ട് ദുആ ചെയ്യുക. അതേപോലെ സ്ത്രീകളാണെങ്കിൽ, സ്ത്രീകൾ രോഗികളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ കൈവച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസം ഉണ്ടായപ്പോൾ ആയിഷ ഉമ്മ നബിക്ക് വേണ്ടി റുഖിയ നടത്തിയത്, പ്രാർത്ഥിച്ചത് ഹദീത്തുകളിൽ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ച വിഷയമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ രോഗികളായ ആളുകൾക്ക് വേണ്ടി അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇശ്ഫി അൻത വഅൻത ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലാഹു ഷാഫിയാണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ എല്ലാവരും പഠിക്കേണ്ടതാണ് ഈ പ്രാർത്ഥനകൾ. എല്ലാവരും പഠിക്കണം. അല്ലാഹുമ്മ 2 പ്രാർത്ഥന ഞാൻ പറഞ്ഞു. ഒന്ന് അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക, ഇതാണ് പ്രാർത്ഥന, ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ
ഇഷ്ഫീഹി വഅൻത ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക് ശിഫാഅൻ ലാ യുഗാദിറു സഖമ. ഇതാണ് പ്രാർത്ഥന. ഇത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. ഇന്ന് രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് രോഗം ഉണ്ടാകില്ല. നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നോ അതിൽ നിന്ന് നമുക്കും സുരക്ഷയേകാൻ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു രോഗം വന്നു, സഅദ് റളിയല്ലാഹു അൻഹുവിന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ശ്ഫി സഅദ, അല്ലാഹുമ്മ ശ്ഫി സഅദ, അല്ലാഹുവേ സഅദിനെ നീ ശിഫയേകണേ, അല്ലാഹുമ്മ ശ്ഫി സഅദൻ, അല്ലാഹുവേ സഅദിനെ നീ ശിഫയേകണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം എന്താ നമ്മൾ പറയുന്നത്? അല്ലാഹു ഷാഫിയാണ്. രോഗം ഉണ്ടാകും, അത് മാറാനുള്ള മരുന്നൊക്കെ ദുനിയാവിൽ തന്നെ ഉണ്ട്. ആ മരുന്നുകളൊക്കെ നമ്മൾ ഉപയോഗിക്കണം. ഡോക്ടർമാർ കണ്ടെത്തിയ ഒരാൾക്ക് രോഗം ഉണ്ടായി, അയാൾ പറയാം ഞാൻ തവക്കുലാക്കണം, ഞാൻ ചികിത്സിക്കണമെന്നില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പ്രാർത്ഥിച്ചാൽ മതി. അത് പാടില്ല. നമ്മൾ ചികിത്സിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗമുണ്ടായാൽ ചികിത്സിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ മര്യാദ. ചികിത്സ നടത്തണം. ഏറ്റവും നല്ല ചികിത്സ എന്താണോ നമുക്ക് സാധ്യമാകുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് രോഗികൾക്ക് കൊടുക്കണം. കൂടിയാലോചന ഉണ്ടാകണം. ഏതാ നല്ല ഡോക്ടർമാരെന്ന് അന്വേഷിക്കണം. എല്ലാ ഡോക്ടർമാരും ഒരേപോലെയല്ല. ചില ആളുകൾക്ക് പ്രത്യേക കഴിവുകൾ, റബ്ബിൻ്റെ തൗഫീഖുള്ള ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ത് വേണം? ഒരു കൂടിയാലോചന ഉണ്ടാകണം. മനസ്സിലായില്ലേ? അപ്പം ചികിത്സ അനിവാര്യമാണ്. എന്നാൽ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? പ്രാർത്ഥന അതിനേക്കാൾ ആവശ്യമാണ്. അതിന് യാതൊരു നഷ്ടമല്ല. ഈ മരുന്നൊക്കെ ഉപയോഗിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ആൾക്കാർ മരിച്ചു പോകാം. മരുന്നൊക്കെ ഉപയോഗിച്ചാൽ മരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു അവർക്ക് ആയുസ് അത്ര നിശ്ചയിച്ചിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ രോഗം അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. രോഗം വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല ചികിത്സ നമ്മൾ കൊടുക്കുക. വിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ ഹദീത്തുകളും ഷിഫയുണ്ട് എന്ന് പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഭൗതികമായ ചികിത്സക്ക് പുറമെ, ഭൗതികമായി ഞാൻ പറഞ്ഞാൽ ഏറ്റവും നല്ല ചികിത്സ ഡോക്ടർമാർ, അതേപോലെ തന്നെ മറ്റുള്ള എല്ലാം നമുക്ക് ഉപയോഗിക്കാം. അനുവദനീയമായ എന്തും നമുക്ക് ഉപയോഗിക്കാം. ഹറാമല്ലാത്ത ഏത് ചികിത്സാ രീതി എന്ത് ചെയ്യുക? ഒരു മുസ്ലിമിന് ഉപയോഗിക്കാം. ഏത് ചികിത്സാ രീതിയും. എന്നാൽ ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു ഷിഫയുണ്ട് എന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അള്ളാഹു റസൂലും ഷിഫയുണ്ട് എന്ന് പഠിപ്പിച്ച ചില കാര്യങ്ങൾ. ഒന്ന്, വിശുദ്ധ ഖുർആൻ ഷിഫയാണ്. വിശുദ്ധ ഖുർആൻ ഷിഫയാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽമുഅ്മിനീന വലാ യസീദു ദ്ദാലിമീന ഇല്ലാ ഖസാറ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലെ 82-ാമത്തെ ആയത്താണ്. സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായിട്ടുള്ളതാണ് ഖുർആനിലൂടെ നാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവതരിപ്പിച്ച ഖുർആൻ സത്യവിശ്വാസികൾക്ക് ശമനമാണ്, ഷിഫയാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യുദ്ഹിബു മാ ഫിൽ ഖുലൂബി മിൻ അംറാദ് മിൻ ശഖ്ഖിൻ വനിഫാഖിൻ വശിർഖിൻ വസൈഇൻ വമൈലിൻ എന്ന് പറഞ്ഞ് പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? വിശദീകരിക്കുന്നുണ്ട്. സംശയം, കാപട്യങ്ങൾ, ഷിർക്ക്, വ്യതിചലനം, ചായ്വ് തുടങ്ങിയ ഹൃദയങ്ങളിലെ രോഗങ്ങളെ അത് ഇല്ലാതാക്കും. ഖുർആനിന് അതെല്ലാം സുഖപ്പെടുത്താൻ പറ്റും. നമ്മുടെ അസൂയ നീങ്ങും, പക നീങ്ങും, വെറുപ്പ് നീങ്ങും. അങ്ങനെ നമ്മുടെ മനസ്സ് സ്വസ്ഥമാകും. അപ്പോൾ ഖുർആൻ എന്താണ്? ഒരു ചികിത്സയാണ്. ഖുർആൻ ഷിഫയാണ്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫി സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. സൂറത്ത് യൂനുസിലെ 57-ാമത്തെ ആയത്താണ്. എന്താ അല്ലാഹു പറഞ്ഞത്? മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള സതുപദേശവും മനസ്സുകളിലുള്ള രോഗത്തിന് ശമനവും നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു. അതെന്താ? ഖുർആനാണ്. ഖുർആൻ ഷിഫയാണ്. മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഫി ഹാദ ശിഫാഇ ثلاثة أقوال أحدهما شفاء من الضلال لما فيه من الهدى والثاني شفاء من السقيم لما فيه من البركة والثالث شفاء من البيان للفرائض والأحكام. എന്താ അദ്ദേഹം പറയുന്നത്? വഴികേടിൽ നിന്നുള്ള ഷിഫയാണ് ഖുർആൻ. ഖുർആനിൽ സന്മാർഗമുണ്ട്. എല്ലാ വഴികേടും നമുക്ക് എന്ത് ചെയ്യുക? നേരായ വഴി കണ്ടെത്താൻ പറ്റും ഖുർആൻ കൊണ്ട്. അതേപോലെ തന്നെ രോഗത്തിൽ നിന്നുള്ള ഷിഫയാണ്. ഖുർആനിൽ ബറക്കത്തുണ്ട്. അദ്ദേഹം പറഞ്ഞ കാരണമാണ്. വിവരണത്തിനുള്ള ഷിഫയാണ്. അതായത് ഖുർആനിൽ നിർബന്ധങ്ങളും മതവിധികളുടെയും ഒക്കെ വിവരണം ഉണ്ട്. അപ്പോൾ ഖുർആൻ ഷിഫയാണ് എന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തരാണ്. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, രോഗം നീക്കാനായി അള്ളാഹു ആകാശത്തു നിന്നും ഖുർആനിനേക്കാൾ പൊതുവായതും ഏറ്റവും ഉപകാരപ്രദമായതും മഹത്തരവും വിജയകരവുമായ മറ്റൊരു മരുന്നും ഇറക്കിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഖുർആൻ ഷിഫയാണ്. ഖുർആൻ നമ്മൾ ഉപയോഗിക്കണം. ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആൻ പഠിക്കുക. ഇത്
നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത തരും, സമാധാനം തരും, ആശ്വാസമുണ്ടാക്കും, നമ്മുടെ രോഗങ്ങൾക്കുള്ള മരുന്നാണ്. തിലാവത്തുൽ ഖുർആനി തഅമലു ഫി അംറാദിൽ ഫുആദി മാ യഅമലുൽ അസ്ലു ഫി ഇലലിൽ അജ്സാദ് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി മറ്റൊരു വാചകമാണ്. അദ്ദേഹം പറഞ്ഞെന്താ, ശാരീരിക രോഗങ്ങൾ സുഖപ്പെടുത്താൻ തേനുണ്ടാക്കുന്ന ഫലം എങ്ങനെയാണോ അപ്രകാരം ഖുർആൻ പാരായണവും ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾ ശമിപ്പിക്കുന്നതിനും ഫലം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് വേറൊരു കാര്യം കൂടി കിട്ടി. എന്താണ്? ഖുർആൻ ഷിഫയാണ്, ഖുർആനിൽ ഷിഫുണ്ട്. അതേപോലെ തന്നെ തേനിൽ ഷിഫയുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. തേന് അത് മരുന്നാണ്, ഷിഫയുണ്ട് അതിൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹലിലെ 68, 69 ആയത്തിൽ വായിച്ചു നോക്കിയാൽ മതി. തേനിൽ ഷിഫയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വഹീഹായ ഹദീത്തുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. അതേപോലെ തന്നെ കരിഞ്ജീരകത്തിൽ എന്തുണ്ട്? ഷിഫുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ഇന്ന ഫിൽ ഹബ്ബത്തി സൗദാഇ ഷിഫാഅൻ മിൻ കുല്ലി ദാഇൻ ഇല്ല സാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എന്താ പറയുന്നത്? കരിഞ്ജീരകം ഉപയോഗിക്കുക, മരണമൊഴികെ എല്ലാ രോഗത്തിനും അതിൽ ശമനുണ്ട് എന്നാണ്. മരണമൊഴികെ എല്ലാ രോഗത്തിനും അതിൽ ശമനം. ഇത് വിശ്വസിക്കുക, ഇത് വിശ്വാസം നമുക്ക്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണത്, നബി പഠിപ്പിച്ചതാണ്. കരിഞ്ജീരകം നമുക്ക് ഉപയോഗിക്കുക എല്ലാ രോഗത്തിനും, മരണമൊഴികെ ബാക്കി എല്ലാത്തിനുള്ള മരുന്ന്. അതിൻ്റെ അർത്ഥം എന്താ? അത് മാത്രം കഴിച്ചിരിക്കണം എന്നല്ല, മനസ്സിലായി? അത് മാത്രം, വേറെ ഈ സംവിധാനങ്ങൾ ഏതാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന നമുക്കറിയില്ല. എല്ലാ ട്രീറ്റ്മെൻറ്റും അതാണ്. ഇസ്ലാം ഹറാമാക്കാത്ത എല്ലാ ട്രീറ്റ്മെൻറ്റും നമുക്ക് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. ഇത് രോഗം ഉണ്ടായാൽ മാത്രം ഉപയോഗിക്കേണ്ടതല്ല. ഇപ്പോൾ ഖുർആന് രോഗം ഉണ്ടെങ്കിൽ മാത്രം ഓതേണ്ടതാ? തേന് രോഗം ഉണ്ടെങ്കിൽ മാത്രം കുടിക്കേണ്ടതാ? കരിഞ്ജീരക രോഗം ഉണ്ടാകും മാത്രം അല്ല, അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് കുടിക്കുക. എല്ലാ രാത്രി നമ്മളെ കുട്ടികൾക്കൊക്കെ കരിഞ്ജീരകവും തേനൊക്കെ കൊടുത്തു നോക്കും നിങ്ങൾ. അതിൻ്റെ ആശ്വാസം ഉണ്ടാകും. അവർക്ക് പലതരത്തിലുള്ള ആശ്വാസങ്ങൾ ഉണ്ടാകും. വലിയ പഠനങ്ങൾ നടന്ന മേഖലയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചികിത്സാരീതികൾ, തിബ്ബുൻ നബി എന്ന് പറയുന്ന വലിയൊരു മേഖല, ഒരു ഇൽമിൻ്റെ ഒരു മേഖല തന്നെ ഉണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. അതേപോലെ തന്നെ സംസം വെള്ളത്തിൽ ഷിഫയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നഹാ മുബാറകത്തുൻ വഹിയ തുആമു തുഅമിൻ വശിഫാഉ സുഖമിൻ എന്ന ഹദീസിൽ വന്നത്. എന്താണ്? സംസം ഭക്ഷണത്തിന് ഭക്ഷണവും രോഗത്തിന് ശമനവുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സംസം വെള്ളത്തിൽ ഷിഫുണ്ട്, ശമനുണ്ട്. എന്ത് ആഗ്രഹിച്ചാണോ സംസം നമ്മൾ കുടിക്കുന്നത് അയാൾക്ക് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. സംസം വെള്ളം കുടിച്ച് രോഗം മാറിയ ഒട്ടനവധി സംഭവങ്ങൾ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള ആളുകൾക്ക് അതൊക്കെ ഉദ്ധരിച്ച് നമുക്ക് വായിക്കാൻ പറ്റും. വിശ്വസ്തരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് സംസം അത് ഷിഫയുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ അജ്വാക്കാരക്ക, അജ്വ ഈത്തപ്പഴം, നബി പറഞ്ഞില്ലേ, മൻ തസബ്ബഹ കുല്ല യൗമിൻ സബ്അ തംറാത്തിൻ അജ്വ ലം യദുർറുഹു ഫീ ദാലികൽ യൗമി സുമ്മുൻ വലാ സിഹ്റുൻ. നബി പഠിപ്പിച്ച ഹദീസാണ്. ആരെങ്കിലും പ്രഭാതത്തിൽ അജ്വ ഇനത്തിൽപ്പെട്ട 7 ഈത്തപ്പഴം ഭക്ഷിച്ചാൽ അന്ന് അവനെ വിഷമോ സിഹ്റോ ബാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മദീനയിൽ കിട്ടുന്ന പ്രത്യേകതരം ഒരു ഈത്തപ്പഴമാണ് അജ്വ. വാങ്ങാൻ കിട്ടും, നമുക്കൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് ഹദീസിൽ വന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഷിഫയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ ഈ ഷിഫയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ എന്ത് ചെയ്യും? നമുക്ക് ഷിഫ ലഭിക്കും. ആ ഷിഫ എങ്ങനെയാണ് ലഭിക്കുക? അള്ളാഹുവാണ് ഷാഫി, അവനാണ് രോഗം ഷിഫയാക്കുന്നവൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവാണ് ഷാഫി എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന കാര്യം എന്താ? ഒന്ന്, രോഗം ഉണ്ടാകാം. എന്ത് രോഗം ഉണ്ടായാലും ഷിഫയേകുന്ന ഒരു റബ്ബ് നമുക്കുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കണം. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. രോഗം മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അയ്യൂബ് നബി നമുക്ക് മാതൃകയാണ്. മറ്റുള്ള പ്രവാചകന്മാർ അവരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. രോഗം ഉണ്ടാകുമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായ പ്രാർത്ഥനകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇസ്ലാം പാടില്ല എന്ന് പഠിപ്പിച്ച ചികിത്സാ രീതികൾ സ്വീകരിക്കരുത്. ഇസ്ലാം പാടില്ല എന്ന് പഠിച്ച ഉറുക്ക് കെട്ടാൻ പാടില്ല, ഏലസ് കെട്ടാൻ പാടില്ല, അനിസ്ലാമികമായ മന്ത്രങ്ങൾ ഉണ്ടാവരുത്. ജാറങ്ങളിലും ദർഗകളിലും മക്കാമുകളിലൊക്കെ പോയിട്ട് അവിടെ സുജൂദ് ചെയ്യുന്ന, അവിടെ കിടക്കുന്ന ആൾക്കാരോട് പ്രാർത്ഥിക്കുന്ന, രോഗം മാറാൻ വേണ്ടി പല പരിപാടിയും ചെയ്യുന്ന ആൾക്കാർ, അതൊക്കെ അനിസ്ലാമികമാണ്. ഇസ്ലാം പഠിപ്പിച്ചെന്താ? രോഗമുണ്ടോ? ചികിത്സിക്കൂ, ചികിത്സ നടത്തുക. ഏതാ ചികിത്സ? അനുവദനീയമായ, ഹലാലായ, ഹറാമല്ലാത്ത ഏത് ചികിത്സയും നടത്താം. ഓപ്പറേഷൻ ചെയ്യണോ? ചെയ്യേണ്ടി വരും. ഇല്ല, ഹിജാമ ചെയ്യുക. ഹിജാമ സുന്നത്തായ ഒരു കാര്യമാണ്, ചികിത്സയാണ്. ശരീരത്തിൽ അശുദ്ധമായ രക്തങ്ങളെയൊക്കെ എടുത്തു കളയുന്ന ട്രീറ്റ്മെൻറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്.
അപ്പം അനുവദനീയമായ ചികിത്സകൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുക. അനുവദനീയമായ നിഷിദ്ധമായ ചികിത്സകളിലേക്ക് പോകാതിരിക്കുക. അതോടൊപ്പം തന്നെ ഖുർആൻ, അതേ തേൻ, സംസം, കരിഞ്ജീരകം, ഇങ്ങനെ ഹദീത്തുകളിൽ ഷിഫയുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട ആ മാധ്യമങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉപയോഗിക്കുക. എന്നിട്ട് അടിയുറച്ച വിശ്വാസത്തോടുകൂടെ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഷാഫിയായ റബ്ബ്, ഷിഫയേകുന്ന റബ്ബ് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് ഷിഫ നൽകുമാറാകട്ടെ. മാനസികമായ, ശാരീരികമായ പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മളെയൊക്കെ പിടികൂടിയിട്ടുണ്ട്. അള്ളാഹു എല്ലാ രോഗങ്ങൾക്കും നമുക്കെല്ലാവർക്കും ഷാഫിയായ റബ്ബ് നമുക്ക് ഷിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ വേണ്ടപ്പെട്ട പല ആളുകൾ മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ക്യാൻസർ അടക്കമുള്ള മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ പഠിതാക്കളിലുണ്ട്. നമ്മുടെ പല പഠിതാക്കളും പല ക്യാൻസർ രോഗികളെയും അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അവരെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന, അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന, അവർക്ക് കാവലിരിക്കുന്ന ആളുകളാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം അവർക്ക് നൽകുകയും രോഗം ബാധിച്ചവർക്ക് എല്ലാവർക്കും ഷാഫിയായ റബ്ബ് ഷിഫ നൽകുകയും ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ അള്ളാഹു അവർക്ക് ഷിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയ മിൻകും വൽ അംവാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.